മാർക്കണ്ഡേയൻ്റെ ഓരോ പിറന്നാൾ കഴിഞ്ഞു പോകുമ്പോഴും ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും എന്നും ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ 16ാമത്തെ പിറന്നാളും കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മാർക്കണ്ഡേയൻ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ, തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 16ാമത്തെ വയസ്സ് കഴിഞ്ഞു എന്നറിഞ്ഞ് കാലൻ മാർക്കണ്ഡേയനെ തേടി വരുന്നത്. മാർക്കണ്ഡേയൻ ഉടനെ തന്നെ നാവാമുകുന്ദനെ ശരണം പ്രാപിക്കുകയും, പക്ഷേ നാവാമുകുന്ദൻ പറഞ്ഞു കാലനുമായിട്ട് ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പടിഞ്ഞാറേ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കാൻ പറഞ്ഞു. ഒപ്പം തന്നെ നാവാമുകുന്ദൻ 12 കല്ലുകൾ മാർക്കണ്ഡേയന് കൊടുത്തു. തൃപ്രങ്ങോട്ട് എത്തുന്നവരെ ഈ 12 കല്ലുകൾ ഓരോന്നായിട്ട് പുറകോട്ട് കാലൻ വരുന്നതിനനുസരിച്ച് എറിയാനും പിന്നെ തൃപ്രങ്ങോട്ടെത്തി ശിവനിൽ അഭയം പ്രാപിക്കുകയും വേണം. അവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ വേറൊരു തടസ്സം അനുഭവപ്പെട്ടു. ഒരു കൂറ്റൻ പേരാലുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരാല് ഇനി ചുറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും സമയം വഴുകും. അപ്പോൾ ഈ പേരാല് പിളർന്ന് അത് ഒരു വഴി മാർക്കണ്ഡേയന് കാണിച്ചു കൊടുത്തു. അങ്ങനെ നേരെ മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് കാലൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ മാർക്കണ്ഡേയന് നേരെ കയറെറിഞ്ഞ് വലിച്ചപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും രണ്ടും ചേർന്ന് ഇളകി മുന്നോട്ട് വന്നു. ശിവൻ അതിൽ ഭയങ്കര കോപാകുലനായി കാലനെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്ന് രക്തം പൂണ്ട ശൂലം കഴുകിയ കുളമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. തൃശൂലം കഴുകിയ കുളം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിലത്തിറങ്ങിയ സന്തോഷത്തിൽ നിലു അവിടെ ഫുള്ള് ഓടിക്കളിയാണ്. തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അമ്പല ദർശനമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് വേണ്ടേ വീട്ടിൽ പോകാൻ. തൊട്ടടുത്ത് തന്നെ ഗണപതി ഭവനുണ്ട്. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് എപ്പോൾ കഴിക്കണം തോന്നുമ്പോഴും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ഗണപതി ഭവൻ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കഴിക്കാനും. പിന്നെ ഉള്ളിലുള്ള സീറ്റിംഗ് ആയിക്കോട്ടെ, ഇവരുടെ ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ പൂരി, ചോള ഭട്ടൂര, മസാല ദോശ അങ്ങനത്തെ കുറച്ചെണ്ണമൊക്കെ ഓർഡർ ചെയ്തു. നിലുവിന് ദോശ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഏത് ഹോട്ടലിൽ പോയാലും ദോശ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവൾക്ക് എപ്പോഴും ഓർഡർ ചെയ്ത്